നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ADGP MR അജിത് കുമാറിനെതിരെ നടപടി. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. മനോജ് എബ്രഹാമിന് പകരം ചുമതല. നടപടി മുഖ്യമന്ത്രിക്ക് DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. നടപടിയെടുത്തിട്ടും നിയമസഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം. ADGPക്കെതിരായ സർക്കാർ നടപടിയിൽ പൊളിഞ്ഞു വീഴുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ. നടപടിയിലൂടെ സർക്കാർ ഉറപ്പുവരുത്തിയത് ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെന്ന സന്ദേശം. അൻവറിന് ഇന്ന് CPIMന്റെ ജനകീയ മറുപടി. പാർട്ടി വിശദീകരണ യോഗം നിലമ്പൂരിൽ. മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ LDF നേതൃത്വത്തിൽ ദുരന്തബാധിതരുടെ സത്യഗ്രഹവും ഇന്ന്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11:30 ഹാജരാകാൻ നോട്ടീസ്. ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ. ഹരിയാനയിലും ജമ്മു കശ്മീരിലും നാളെ വോട്ടെണ്ണൽ. ആശങ്കയോടെ BJP. ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇന്ത്യ സഖ്യം. DMKയുടെ സഖ്യകക്ഷിയാകാനുള്ള PV അൻവറിന്റെ നീക്കത്തിന് വൻ തിരിച്ചടി. MK സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അൻവറിന് അനുമതി നിഷേധിച്ചു. സഖ്യകക്ഷികളിൽ നിന്നും വിമതരായി എത്തുന്നവരോട് താൽപര്യമില്ലെന്ന് TKS ഇളങ്കോവൻ. ജമ്മു കശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ ജനവിധി നാളെ. ഇരു സംസ്ഥാനങ്ങളിലും BJP വലിയ തിരിച്ചടി നേരിടുമെന്ന് എക്സിറ്റ് പോളുകൾ. ഹരിയാനയിൽ 10 വർഷത്തിനു ശേഷം BJPക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് എക്സിറ്റ് പോൾ. ജമ്മു കശ്മീരിലും ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം. ഉത്തര മലബാർ ജലോത്സവം നവംബർ 1 സംഘടിപ്പിക്കും. മത്സരം കാസർഗോഡ് തേജസ്വിനി പുഴയിൽ കോട്ടപ്പുറം അച്ചാംതുരുത്തി പാലത്തിന് സമീപം നടത്തും. ജലോത്സവം കാസർഗോഡ് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ. കൊച്ചിയുടെ വിശപ്പകറ്റുന്ന സമൃദ്ധിക്ക് ഇന്ന് 3 വയസ്സ്. 2021 നഗരത്തിൽ ഒരാൾ പോലും വിശന്നിരിക്കരുതെന്ന ലക്ഷ്യവുമായി പദ്ധതി ആരംഭിച്ചത്. മികച്ച വിജയം കൈവരിച്ച് മുന്നേറി സമൃദ്ധി ജനകീയ ഹോട്ടൽ പദ്ധതി. ഇന്ന് ലോക പാർപ്പിട ദിനം. ജീവിതത്തിന്റെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നതും കുടുംബങ്ങളുടെ കൂടെ വീടുകളിലാണ്. മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളുടെ ഇടപെടൽ അനിവാര്യമെന്നതാണ് ഇത്തവണത്തെ പ്രമേയം. സംഗീത സംവിധായിക ഉഷാ ഖന്നയ്ക്ക് ഇന്ന് 83ാം ജന്മദിനം. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ കരുത്തുറ്റ പെൺ സാന്നിധ്യമായിരുന്നു ഉഷാ ഖന്ന. വിവിധ ഭാഷകളിൽ 250 ചിത്രങ്ങൾക്ക് ഉഷ ഈണം നൽകി. മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ. സമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സമ്മേളനം അഭ്യർത്ഥിച്ചു. ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ചാരുത മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ സമ്മാനിച്ച സംഗീതജ്ഞൻ MS ബാബുരാജിന്റെ ഓർമ്മദിനമാണിന്ന്. ബാബുക്കയുടെ സംഗീതത്തിന്റെ മാസ്മരിക വലയത്തിലാണ് ഇന്നും മലയാളികൾ. ക്രിസ്മസിനെ മധുരമാക്കാൻ കൊച്ചിയിൽ കേക്ക് മിക്സിംഗ് തുടങ്ങി. ഉണക്കപ്പഴങ്ങളും നട്ട്സും സുഗന്ധവ്യഞ്ജനങ്ങളും വീഞ്ഞും ഇടകലർത്തിയുള്ള രുചിക്കൂട്ടാണ് പ്ലം കേക്കുകളായി വിപണിയിലെത്താൻ തയ്യാറെടുക്കുന്നത്. കൊച്ചി ലുലു മാളിലാണ് കേക്ക് മിക്സിംഗ്.
ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 33 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതി സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. വയനാട് സ്വദേശിയുടെ പരാതിയിലാണ് മലപ്പുറം സ്വദേശി KP ഫഹദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ടെലഗ്രാമിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് സഹദിനെയാണ് SI അജാസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അനധികൃത വിൽപ്പനയ്ക്കായി വിദേശ മദ്യം സൂക്ഷിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശി സോണി പീറ്ററാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. സ്കൂൾ സമയത്ത് കുട്ടികൾക്കുണ്ടായേക്കാവുന്ന പരിക്കുകൾക്ക് പ്രാഥമിക ശുശ്രൂഷ വേഗത്തിൽ നൽകാനുള്ള പദ്ധതിയുമായി കാഞ്ഞിരപ്പള്ളി അസംഷൻ ഹൈസ്കൂൾ BCare എന്ന പേരിലാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1 വർഷത്തേക്കാണ് പദ്ധതിക്കായി തുക അനുവദിച്ചത്. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ ക്ലീനിംഗ് നടത്തി പാമ്പാടി KG കോളേജ് NSS യൂണിയൻ. ഗ്രീൻ ഹൌസ് ക്ലീനിംഗിന്റെ സഹായത്തോടെയാണ് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ശുചീകരണത്തിലൂടെ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചെരുപ്പുകൾ, കുപ്പികൾ, മറ്റു ഖരമാലിന്യങ്ങൾ എന്നിവ തരംതിരിച്ച് സംസ്കരണത്തിനായി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ 6:30 സമാപിച്ചു. CPIM കാഞ്ഞിരപ്പള്ളി സൗത്ത് ലോക്കൽ സമ്മേളനം നടന്നു. സമ്മേളനം CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം P. ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ലോക്കൽ സെക്രട്ടറിയായി അജി KC-യെയും 14 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ടൈറ്റിന്റെ സമഗ്ര പ്ലസ് പോർട്ടലിൽ ഇനി ഹയർ സെക്കൻഡറി ചോദ്യം ശേഖരണവും വിവിധ വിഷയങ്ങളുടെ 6500 ചോദ്യങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. പ്രത്യേകം ലോഗിൻ ചെയ്യാതെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനാകും. കേരള കൾച്ചറൽ ഫോറം സർക്കാർ ജീവനക്കാർക്കായി ചെറുകഥാ മത്സരം സംഘടിപ്പിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, എയ്ഡഡ് സ്കൂൾ അധ്യാപകർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കഥ സ്വതന്ത്ര സൃഷ്ടിയായിരിക്കണം. മികച്ച കൃതികൾക്ക് നടൻ സത്യൻ സ്മാരക പുരസ്കാരം നൽകും. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അഗ്രശാല. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ 21 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച CBI 21 പ്രതികൾക്കെതിരായ 3ാമത്തെ കുറ്റപത്രമാണ് പാട്ന സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസലംഘനം, മോഷണം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം. ഉത്തർപ്രദേശിലെ ലംഘിപൂർ ഗേരിയിൽ 6 വയസ്സുകാരനെ പുള്ളിപ്പുലി കൊന്ന സംഭവത്തിൽ പോലീസുമായി ഏറ്റുമുട്ടി ഗ്രാമവാസികൾ. കുട്ടിയെ പുലി പിടിച്ചത് സൗത്ത് ഗേരി ഫോറസ്റ്റ് ഡിവിഷനിലെ ശാരദാനഗർ ഫോറസ്റ്റ് റേഞ്ചിൽ പിതാവിനൊപ്പം ഫാമിൽ പോയ സമയത്ത്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് സംഭവത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഉത്തർപ്രദേശിലെ അലിഗഡിൽ യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച യുവതി. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുകയായിരുന്നുവെന്നും യുവതി. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വാക്കുതർക്കത്തെ തുടർന്ന് പഞ്ചാബിൽ ആം ആദ്മി നേതാവിന് വെടിയേറ്റു. ആം ആദ്മി നേതാവ് മൻദീപ് സിംഗിനാണ് ശിരോമണി അകാലിദൾ നേതാവിന്റെ വെടിയേറ്റത്. പഞ്ചാബിലെ ഫസിൽക്ക ജില്ലയിലാണ് സംഭവം. അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ദില്ലിയിലെത്തി. ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുയിസു എത്തിയിരുന്നുവെങ്കിലും അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിയുടെ വയറ്റിൽ 2 കിലോ മുടി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുടി പൂർണ്ണമായും നീക്കം ചെയ്തു. നിലവിൽ പെൺകുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണെന്നും ഡോക്ടർമാർ. മേഘാലയയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും 10 പേർ മരിച്ചു. വെസ്റ്റ് ഗാരോ ഹിൽസ്, സൗത്ത് ഗാരോ ഹിൽസ് ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ചത്. സഹപാഠിയായ പെൺകുട്ടിയെ ബൈക്ക് അപകടത്തിൽ മരിച്ചതിനു പിന്നാലെ ജീവനൊടുക്കിയ യുവാവ്. ബൈക്ക് ഓടിച്ച യോഗേശ്വരനാണ് ബസ്സിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ചെന്നൈ ഈസ്റ്റ് കോസ്റ്റ് റോഡിലാണ് സംഭവം.